ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഒന്ന് വിജയ് ചേട്ടൻ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് റോളിൽ ഒരു ക്യാമിയോ റോളിൽ അതെന്താ ചേട്ടാ ഇവർക്ക് 100 ഡേ ഫംഗ്ഷൻ പോലും വന്നിട്ടില്ല. പിന്നെ അതെന്താ ചേച്ചി 8:45 8:45 എന്നൊരു ടൈം ഉണ്ടെങ്കിൽ നൈറ്റ് ഉറങ്ങിയിരിക്കും. 5 മണി എന്നൊരു ടൈം ഉണ്ടെങ്കിൽ അമ്പലത്തിലായിരിക്കും. ഇത് രണ്ടും സ്മിത കൃത്യ. 4:30 മണിക്ക് കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് 15 വർഷമായിട്ട് 10 വർഷമായിട്ട് നാട്ടിലുണ്ട്. ഈ 10 വർഷത്തെ ഡെയിലി സ്കെഡ്യൂളാണ് പറയുന്നത്. 8:45 9 മണിയൊക്കെ മിഡ് നൈറ്റ്. ഈ ചേട്ടൊക്കെ ആണെങ്കിൽ ദിവസം തുടങ്ങുന്നതിന് 9 മണിക്കാണ് 9 PM. ഞാൻ ചിലപ്പം വെളിയിലായിരിക്കും 4 മണിക്കൊക്കെ. സ്മിത എനിക്കറിയാം സത്യമാണ്. ചില നേരത്തെ പറയും സ്നേഹ ഞാൻ ലേറ്റ് ഞാൻ പറയും 10 പാലും കൊണ്ട് വരണ്ട, ഞാനത് മുമ്പ് ഓണന്നിരിക്കും. കറക്റ്റ് ആണ്. ഇന്നിപ്പോ ഈ പരിപാടി ഉള്ളതുകൊണ്ട് ഞാൻ ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് 8:30 എനിക്ക് ഉറക്കം വരില്ല. മോശമല്ലേ? 8:45 ഞാൻ സ്മിത ചേച്ചി എവിടെയൊക്കെ കണ്ടിട്ടുണ്ടോ, എപ്പോ കണ്ടാലും ചേച്ചിയുടെ നെറ്റിയിലെ ചന്ദനമുണ്ട്. അങ്ങനെ അല്ലാതെ ചേച്ചി ഞാൻ കണ്ടിട്ടേ ഇല്ല. എനിക്ക് രാവിലെ അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം. അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്. ഇപ്പൊ അലാം ഒന്നും അടിക്കണ്ട, കറക്റ്റ് ആയിട്ട് എഴുന്നേക്കും, വിളക്ക് വെക്കും, വർക്ക്ഔട്ട്, അമ്പലത്തിൽ പോലും 2 ദിവസം ചെന്നില്ല അവരവിടെ ഹോളിഡേക്ക് പോയാലും ഇവിടെ അമ്പലങ്ങൾ തപ്പിയാ. ഇപ്പൊ ഉണ്ണിയുടെ അടുത്ത് എവിടെയെങ്കിലും ഹോളിഡേക്ക് പോണെന്ന് പറഞ്ഞാല് ഇപ്പം ഗൂഗിൾ ചെയ്യുന്നത് പ്ലേസ് വിത്തൗട്ട് ടെമ്പിൾ. അപ്പൊ ആകെ കിട്ടിയ സൗദി അറേബ്യ. അതല്ല ഞാനും അപ്പൊ അച്ഛൻ ഒരു ദിവസം ഭയങ്കര ഇതില് എടാ നമുക്ക് ഹോങ്കോങ് പോവാന്ന് പറഞ്ഞ് ഹായ് ഹോങ്കോങ് സന്തോഷത്തോടെ പോയി. അവിടെ ചെന്ന് കുറച്ച് ഫുൾ നിങ്ങള് ഇതായി അപ്പൊ തന്നെ അമ്മ വിചേട്ടാ ഇവിടെ ഒരു ബുദ്ധന്റെ അമ്പലമുണ്ട്, വലിയൊരു ബുദ്ധനുള്ള. പിള്ളേരെ പറഞ്ഞു പറ്റിക്കുന്നവരെ നാളെ ഞങ്ങള് കൊണ്ടുപോയില്ല. അവിടെ എങ്ങനെയാ എന്താ സംഭവം? എവിടെ പോയത് അമ്പലത്തിൽ പോകണം, അതാണ് അവിടുത്തെ പ്രശ്നം. ആണോ? അല്ല ചേച്ചി, നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോഴേ നമ്മൾ നമ്മുടെ കുട്ടികളെങ്കിലും അത് ആ വഴിയിലേക്ക് ഒന്ന് മടക്കാൻ ശ്രമിക്കില്ലേ? തപ്പൂലെന്ന് തോന്നല്ലേ ഫോക്കസ്? അല്ല അങ്ങനെയില്ല, ഞാൻ ഫോഴ്സ്ഫുള്ളി ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാറില്ല. ഞാനിപ്പം അമ്പലങ്ങളിൽ ഇപ്പൊ ഗുരുവായൂരും അവിടെ ഇവിടെ ഒക്കെ പോകുന്ന വിചാരം ഇന്നടുത്ത് പോകുന്നുണ്ടേ നോക്കട്ടെ സ്മൈ, അല്ലാതെ ഞാൻ ബഹളം വെച്ച് കൊണ്ടുപോകും അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ബിക്കോസ് ഈ വർക്ക് അങ്ങനെയല്ലേ, വരാൻ പറ്റില്ലെങ്കിൽ എനിക്ക് അതും ടെൻഷൻ. അങ്ങനെയുള്ള ഒരു സ്മിത ഉണ്ടായിരുന്നോ ചേട്ടൻ? എന്തായാലും ഞാൻ അങ്ങനെ ഞാൻ വിജയനും കൂടെ വേണ്ടിട്ടല്ലേ പോകുന്നത്, പിന്നെ കുഴപ്പമില്ല. ആണ് ചേട്ടാ, എന്തൊരു അണ്ടർസ്റ്റാൻഡിംഗ് ആയ വൈഫ്. ചേട്ടനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്താണോ? കാരണം എന്റെ അറിവിൽ ഒരു ഭാര്യമാരും ഇങ്ങനെയല്ല, ഞാൻ അടക്കം ചേച്ചിനെ ഇങ്ങനെ ട്രെയിൻ ആക്കി എടുത്താണോ? കാരണം വിജയന്റെ ഓരോ സക്സസ് വരുമ്പോഴും എനിക്ക് ടെൻഷൻ കൂടും, ദൈവമേ. അപ്പൊ പിന്നെ പുതിയ പുതിയ അമ്പലങ്ങൾ കണ്ടുപിടിക്കുക, അവിടെ പോവാ, ഇതൊക്കെ തന്നെ. എല്ലാം ചെയ്യുന്നത് വിജയിക്കണ്ടേ? ആണ് തീർച്ചയായിട്ടും. വിജയ് ചേട്ടൻ സംവിധാനം പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ?